ശ്രീ മാർട്ടിൻ ജോർജ് കേൾക്കാമോ? കേൾക്കാം. ഈ കണ്ണൂർ കല്ലിക്കണ്ടിയിലെ സംഭവം താങ്കൾ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. ഇതിനു മുൻപ് ഇങ്ങനെ അവിടെയുള്ള കണ്ണൂരിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ചെഗുവേരയുടെ പതാകയും കൊടിയൊക്കെ ഉയർന്നിരുന്നോ? ഇത് സ്ഥിരമായി CPM സ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അതിനടുത്ത് തന്നെയുള്ള സ്ഥലത്ത് വെച്ച് പിണറായി പ്രദേശത്ത് വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അവിടെ ബഹളം നടക്കുകയും ഉത്സവം അലങ്കോലമാക്കുകയും ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് എന്ന് നമുക്ക് കണ്ടതാണ്. ആ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വലിച്ചിറക്കിക്കൊണ്ടുപോവുകയും അതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ അറസ്റ്റ് ചെയ്ത 2 പോലീസ് ഓഫീസേഴ്സ്, ഒരു ലേഡി SIയും അതുപോലെ തന്നെ ഒരു SIനെയും ഇവര് 2 പേരെയും ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു ഉത്സവം അവിടെ അലങ്കോലപ്പെടുകയാണ്. ഇവിടെ ചെയ്തത് കല്ലിക്കണ്ടിയിൽ കഴിഞ്ഞ 2 മണിക്കൂറായി, ഇന്നലെ രാത്രി 2 മണിക്കൂറായി അവിടെ DJ സെറ്റിട്ട് അവിടെ വരുന്ന റോഡ് മൊത്തം ബ്ലോക്കാക്കിയിട്ടിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗവും അതുപോലെ തന്നെ ചെഗുവേരന്റെയും അതുപോലെ തന്നെ CPM ക്രിമിനലുകളുടെ ഫോട്ടോ ഉൾപ്പെടെ ഫ്ലാഗ് പോസ്റ്റായിട്ട് അവരെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് തീർത്തും കേരളത്തിലെ കണ്ണൂരിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ ഉത്സവങ്ങളൊക്കെ കടക്കലിലെ വിഷയമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഹൈക്കോടതി ഇടപെട്ടത് നമ്മുടെ മുന്നിലുണ്ട്. പരാതി കൊടുക്കുമോ കോൺഗ്രസ്? ഇത് തീർച്ചയായും ഇത്തരം രീതിയിലൂടെ മുന്നോട്ട് പോകാനാണ് CPMന്റെയും അതോടൊപ്പം തന്നെ BJP കഴിഞ്ഞ ഉറപ്പിലങ്ങാട് നടന്ന സംഭവം നമുക്കറിയാം. അവരും ഈ 2 പേരും ഈ ഉത്സവങ്ങളെ മലിനസമാക്കുകയാണ്. ക്ഷേത്രത്തിൽ പോകുന്നതിനാ നമ്മളെ വിശ്വാസം, നമ്മളെ ആരാധന മുന്നോട്ട് പോകുമോ കോൺഗ്രസ് ഈ വിഷയത്തിൽ? നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ. ശരി, വളരെയധികം നന്ദി ശ്രീ മാർട്ടിൻ ജോർജ് സംസാരിച്ചതിന്.